മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉപനിഷത്തുക്കള് ജീവിതഗന്ധിയായ ജീവിത സത്യങ്ങളാണ് നമുക്ക് ഉപദേശിച്ചു തരുന്നത്. സാധാരണ വ്യക്തികൾക്ക് ജീവിതത്തെ ഇന്നത്തേക്കാൾ കുറെ കൂടി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആക്കാൻ നല്ല കഥകൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും. കഥകൾ കേൾക്കാൻ ധാരാളം പേർക്ക് താല്പര്യവുമുണ്ട്. അക്കാഡമിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി, സൈക്കോളജിക്കലി, മെന്റലി വളരുന്നതിനനുസരിച്ച് കഥകളിലൂടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ തരംഗ ദൈർഘ്യത്തിലേക്ക് താഴാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചരിത്രത്തിന്റെ രൂപത്തില്, ഹിസ്റ്ററി ആയിട്ട് അനുഭവങ്ങൾ ഏത് വിഷയവുമാവാം. സംഗീതജ്ഞന്മാരുടെ സദസ്സില് സംഗീതജ്ഞന്മാരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബിസിനസ്സുകാരുടെ സദസ്സില് ബിസിനസ്സുകാരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. പൊളിറ്റീഷ്യൻസിന്റെ സദസ്സില് പൊളിറ്റീഷ്യൻസിന്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സദസ്സില്, IAS സദസ്സില് ഈ ലോകത്തിലെ ഏത് വ്യക്തികളുടെ ഗ്രൂപ്പാണോ അസോസിയേഷൻ ആണോ ഉള്ളത് അവർക്ക് അവരുടെ തരത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. പൊതുജനമാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ലൈഫ് സ്കിൽ മാനേജ്മെന്റ്. കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞാൽ നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ മതി. നീട്ടി വലിച്ച് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ഡ്രാമ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇന്റലക്ച്വലി മൂന്നാമത്തെ ലെവലിലേക്ക് ഉയർന്നവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ മതി. ഒരു ഉപദേശം, ഒരു വരി അല്ലെങ്കിൽ 2 വരികൾ. അതിൽ നിന്ന് ബാക്കിയുള്ളത് ശ്രോതാക്കള്, പ്രേക്ഷകരുണ്ടാക്കിക്കൊള്ളും. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത് കഥകളുടെ ലെവല്, അനുഭവങ്ങളുടെ ലെവല്, ഉപദേശങ്ങളുടെ ലെവല് കഴിഞ്ഞാല് പിന്നെ ഉള്ളത് ജീവിത സത്യങ്ങളുടെ ലെവലാണ്. ആ ജീവിത സത്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 വാക്ക്, 2 വാക്ക്, 3 വാക്ക്, 4 വാക്ക്, 5 വാക്കുള്ള ഒരു വരിയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കൈവല്യോപനിഷത്തിൽ ഒരു വരിയുണ്ട്. കൈവല്യോപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം കേവലം പരമമായ സത്യമുള്ള ഉപനിഷത്ത്. കൈവല്യം എന്ന് വെച്ചാൽ കേവലം, അബ്സൊല്യൂട്ട്. സത്യം എന്ന് വെച്ചാൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. അങ്ങനെയുള്ള ഒരു ഉപനിഷത്ത്. ആ ഉപനിഷത്തില് ഒരു വരി, ത്യാഗേനൈകേ അമൃതത്വമാനസ്യു. ത്യാഗത്തിലൂടെ വേണം അമരത്വത്തെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ത്യാഗത്തിലൂടെയേ അമരത്വത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അമരത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ഥിരപ്രതിഷ്ഠ. എന്തായാലും ശരീരം എന്ന വാക്കിന്റെ അർത്ഥം ശീര്യതേ ഇതി ശരീര. നശിക്കുന്നതെന്തോ അത് ശരീരം. അപ്പൊ ഈ ശരീരം നമുക്ക് പെർമനന്റ് അല്ല. അപ്പൊ ശരീരം ശാശ്വതമായിട്ട് നിലനിർത്താൻ സാധിക്കില്ല. പിന്നെ നിലനിൽക്കുന്നത് എന്താ? നമ്മുടെ ആത്മാവ്. അത് മാറി മാറി ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് സയന്റിഫിക്കലിയും സ്പിരിച്വലിയും പ്രൂവണാണ്. പക്ഷെ ആത്മാവിനെ കുറിച്ച് ജനങ്ങൾക്ക് അന്വേഷിച്ചിട്ട് പോവാൻ സാധിക്കില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് വേറെ ഏതെങ്കിലും ശരീരം സ്വീകരിച്ചാൽ
ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഇന്ന വ്യക്തിയുടേതാണെന്ന് പറഞ്ഞ് പബ്ലിക്കിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അമരത്വത്തെ പ്രാപിക്കുന്നത് ശരീരത്തിലൂടെ സാധിക്കില്ല, അമരത്വത്തെ പ്രാപിക്കുന്നത് ആത്മാവിലൂടെ സാധിക്കില്ല. പിന്നെ അമരത്വത്തെ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ, കർമ്മത്തിലൂടെയും കർമ്മബലത്തിലൂടെയുമാണ് വ്യാവഹാരിക ലോകത്തില് അമരത്വത്തെ പ്രാപിക്കാം. വിവേകാനന്ദൻ അമരനായ മനുഷ്യനായിട്ട്, സന്യാസിയായിട്ട്, ഋഷിയായിട്ട്, അവതാരമായിട്ട് ഇന്നും മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും ഉജ്ജ്വല ചിന്താധാരകളിലും മനസ്സിലും നിലനിൽക്കുന്നത് ആ ഭഗവാൻ നാരായണ ഗുരുദേവൻ, അവതാരമായ നാരായണ ഗുരുദേവൻ ചെയ്ത പ്രവൃത്തി അഥവാ കർമ്മത്തിലൂടെയാണ്. അപ്പൊ കർമ്മത്തിലൂടെ വേണം ഒരാൾ അമരത്വത്തെ പ്രാപിക്കാൻ. ആ കർമ്മം രണ്ട് തരത്തിലുള്ള കർമ്മമുണ്ട്. സ്വാർത്ഥത നിറഞ്ഞ കർമ്മം, നിസ്വാർത്ഥമായ കർമ്മം. സ്വാർത്ഥത നിറഞ്ഞത് എനിക്ക് എൻ്റെ കുടുംബത്തിന് പ്രയോജനപ്പെടുന്നു എന്ന ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം പ്രയോജനപ്പെടുന്നു, ലക്ഷ്യം അതല്ലെങ്കിലും പരിണത ഫലം അതാണ്. അത് സ്വാർത്ഥമായ കർമ്മം. മറ്റേത് നിസ്വാർത്ഥമായ കർമ്മം. എൻ്റെ ശരീരവും എൻ്റെ സ്വത്തും എൻ്റെ സമയവും എൻ്റെ ഊർജവും അതുമാതിരി ഞാനുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം മറ്റൊന്നിന് എനിക്ക് റിസൾട്ടും റിവാർഡും പ്രതീക്ഷിക്കാത്ത വിധത്തില്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക്, അതുകൊണ്ട് തിരിച്ചെന്തെങ്കിലും കിട്ടിയാൽ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന പ്രതിജ്ഞയൊന്നും വേണ്ട. എതിർച്ഛയാ ചോപവന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം എന്ന് ഭഗവത്ഗീതയിൽ വരിയുണ്ട്. കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുക, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ലാത്തൊരു അവസ്ഥ. പരേഷാം ഉപകാരായ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അതിൻ്റെ റിസൾട്ടും റിവാർഡിനോടും വലുതായിട്ട് ബോധറേഷൻ ഇല്ലാത്ത വിധത്തില് നമ്മുടെ ഊർജം, സമ്പത്ത്, അറിവ്, സമയം ഇങ്ങനെയുള്ളതെല്ലാം സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുമ്പോഴാണ് ത്യാഗഭാവത്തിലുള്ള കർമ്മമാവുന്നത്. സ്വാർത്ഥമായ കർമ്മം, നിസ്വാർത്ഥമായ കർമ്മം. ആ നിസ്വാർത്ഥമായ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കർമ്മം ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്നുമില്ല, അതിൻ്റെ വരുംവരായികകളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിഷമിക്കാറുമില്ല, സന്തോഷിക്കാറുമില്ല. അങ്ങനെ ഒന്നാണ് ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. ത്യാഗത്തിലൂടെ അമരത്വത്തിലേക്ക് പ്രാപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികളുടെ പന്ഥാവും ലക്ഷ്യവും. പന്ഥാവും അത് തന്നെയാണ്, ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പോ എല്ലാം ത്യാഗം ചെയ്യണമെന്നല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് വേണം. ആവശ്യമുള്ളത് നിലനിർത്തുക, ആവശ്യത്തിൽ കൂടുതൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലതും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, സ്വത്ത് ഉണ്ടാക്കാനും മറ്റും ശ്രമിക്കുന്ന വ്യക്തികൾ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ നിലനിർത്തേണ്ട. ആ ഒരു വരിയുടെ അർത്ഥം നമുക്ക് ഉയരേണ്ട, വളരേണ്ട എന്നല്ല. സാമ്പത്തികമായിട്ട് വളരുക, സാമൂഹികമായിട്ട് വളരുക, സമ്പന്നമായ നിലവാരത്തിലേക്ക് വളരുക, അതിനൊന്നും ഇത് തടസ്സം നിൽക്കുന്നില്ല. ത്യാഗഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ
തിന്മ നിറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാതിരിക്കുക, ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കാനും പഠിക്കുക. കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ബൊക്കെയും പൊന്നാടയും സർട്ടിഫിക്കറ്റും അവാർഡും മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാതിരിക്കുക. ഇവിടെ നമുക്ക് ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന കൈവല്യോപനിഷത്തിലെ വരി നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. അതിനോട് ചേർന്നൊരു വരി കൂടിയുണ്ട്. എന്താ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം. അത് ഭഗവത്ഗീത ഉത്തരം പറയുന്നുണ്ട്. നിയതം കുരു കർമ്മത്വം, ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം. രണ്ട് വാക്കുകളാണ്. ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം ത്യാഗഭാവത്തിൽ നിർവഹിക്കുക. ആദ്യത്തേത് കൈവല്യോപനിഷത്ത്, രണ്ടാമത്തേത് ഭഗവത്ഗീത. ശരിക്കും ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം യോജിപ്പിക്കാൻ. ഒന്ന്, ഋഷിതുല്യരായ വ്യക്തികൾ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞതാണ് കൈവല്യോപനിഷത്ത്. രണ്ടാമത്തേത് കുരുക്ഷേത്ര ഭൂമിയിലെ കൗരവ പാണ്ഡവ സൈന്യത്തിന്റെ നടുക്ക് നിൽക്കുമ്പോൾ കർമ്മനിരതനാവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് ഭഗവത്ഗീത. ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. രണ്ടും രണ്ട് കൊണോട്ടേഷനാണ്. ഓർമ്മിക്കാൻ ശ്രമിക്കുക. നിയതം കുരു കർമ്മത്വം, ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം. അമ്മ ഏറ്റെടുത്തൊരു ദൗത്യമുണ്ട്, അമ്മയുടെ ദൗത്യം, അമ്മയുടെ ധർമ്മം. അച്ഛൻ ഏറ്റെടുത്തൊരു ദൗത്യമുണ്ട്, അച്ഛന്റെ ധർമ്മം. ഭാര്യാഭർത്താക്കന്മാർ ഏറ്റെടുക്കുന്ന ദൗത്യമുണ്ട്, ഒരു ധർമ്മബോധമുള്ള ഭാര്യാഭർത്താക്കന്മാര്, പതിപത്നിമാര്. ഒരു പൗരനെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ധർമ്മമുണ്ട്, പൗരനെ ഏൽപ്പിച്ച ധർമ്മമുണ്ട്. ഒരു അധ്യാപകൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, വക്കീല്, ജഡ്ജി, പോലീസുകാരൻ, പട്ടാളക്കാരൻ, ഇങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുന്ന ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം. നിയതം കുരു കർമ്മത്വം. അത് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുക. അത് ത്യാഗഭാവത്തിൽ ചെയ്യുക. അതുകൊണ്ട് എല്ലാം സന്യാസികളെ പോലെ കളയണമെന്നല്ല, സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യാം. ധന്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കുറച്ചെങ്കിലും സാധിക്കട്ടെ. ഏത് ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും, ഏതെല്ലാം വ്യക്തികളെ കാണുമ്പോഴും, ഏതെല്ലാം കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോഴും അത് നമ്മളുടെ അടിമത്വത്തിലേക്കുള്ള പോക്കാകാതിരിക്കട്ടെ. ഒരു ഉപദേശം കേട്ട ഒരു സുപ്രഭാതത്തില് അത് മാത്രമനുസരിച്ച് ജീവിക്കുക, അങ്ങനെ വേണ്ട. അതും ഇപ്പോഴത്തെ ജീവിതത്തിൽ ചേർക്കാം. നല്ല നല്ല കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് പോവുക. നമ്മുടെ ജീവിതത്തിലുള്ള നല്ലതല്ലാത്തത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോവുക. ചില കാര്യങ്ങൾ മോഡിഫൈ ചെയ്തുകൊണ്ട് പോവുക. എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് പോവുക. അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.